ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് കാര്യങ്ങള് കൂടി പറയേണ്ടി വരും. 3 വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജനതയുടെ ആശങ്ക അത് അന്ന് മുതൽ 2022, 23, 24 ഈ ഘട്ടങ്ങളിലാണ് നമ്മൾക്ക് ഈ ടാക്സ് അടക്കാൻ പറ്റാത്ത വിധത്തില് ഈ ഭൂമി നമ്മുടേതല്ല എന്നുള്ള രീതിയിൽ വഖഫ് ബോർഡ് അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ നമ്മുടെ സർക്കാരിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന്. ഏറ്റവും ഇവിടുത്തെ ജനത ഇവിടുത്തെ ഗവൺമെന്റില് പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കുറെ ദൂരം പോയിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടും ഒക്കെ പോയിട്ടുണ്ട്. പിന്നീട് നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം ഇല്ലാത്ത വിധത്തിലേക്ക് ഈ വിഷയം നീണ്ടുപോകുന്നതിനിടയിൽ 6 മാസക്കാലം മുമ്പ് ആരംഭിച്ച ഒരു നിരാഹാര സമരം ആണിപ്പോ നമ്മുടെ പള്ളിയെ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നത്. ഇതൊക്കെയാണ് ഓർത്തെടുക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചത്. ഇതിനിടയിലാണ് പാർലമെന്റില് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്. ജനതയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 വർഷക്കാലമായിട്ട് അവരുടെ ഭൂമി ഞങ്ങളുടെ ഭൂമി ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രായോഗികമായി അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായ ആ ജനതയുടെ വിഷമവും ദുഃഖവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ കേവലം രാഷ്ട്രീയമായിട്ട് മാത്രം കാണേണ്ടതായിട്ടല്ല ഇരിക്കേണ്ടത്. ഇന്നിപ്പോ ജനങ്ങൾ അവിടെ നന്ദി രേഖപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു വിഭാഗം ആളുകൾ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു സംഘടിപ്പിക്കാന്നുള്ള നേരിട്ട് നമ്മൾ ഭൂസംരക്ഷണ സമിതിയുടെ ഒരു സംഘാടനമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു പാർട്ടിയോടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിലവിലുള്ള സെൻട്രൽ ഗവൺമെന്റ് BJP-യോടോ അല്ലെങ്കിൽ നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയോടോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോടോ CPM ആരോടും അമിതമായ ഒന്നും ഇവിടുത്തെ ജനതയ്ക്കില്ല. അവരുടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കുക, ശാശ്വതമായ ഒരു പരിഹാരമാണ്. നാളെ ഇപ്പോ ഈ വഖഫ് ബോർഡ് പുതിയ ഈ ഭേദഗതിയിലൂടെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുകൊണ്ടാകുന്നില്ലെങ്കിൽ ജനം പിന്നെയും മാറും. അത് സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന യാതനകളും കഷ്ടപ്പാടുകളും തിരിച്ചറിയാതെ അവരാരുടെ ഭാഗത്ത് ചേർന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇന്ന് മാറും നാളെ മാറും എന്നുള്ള പ്രതീക്ഷയിൽ അവര് ഇരിക്കുകയാണ്. ഇപ്പോ പാർലമെന്റില് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കി. അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും. ഇപ്പോൾ ഉള്ള പ്രശ്നത്തിലേക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ജനത ഒരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട്. 610 കുടുംബങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ പ്രതീക്ഷയാണ് അവരിൽ ഇന്നത്തെ ഈ സമീപനത്തിലൊക്കെ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ വലിയൊരളവിൽ അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമായി കാണുമല്ലേ ഇന്നത്തെ ഒരു പരിപാടിയും ഒപ്പം കേന്ദ്രമന്ത്രിയുടെ വാക്കുകളും. അതാണ് ഞാൻ പറഞ്ഞത്. ആ വിശ്വാസത്തെയാണ് മനസ്സിലാക്കേണ്ടത്. അത് നാളെ മാറിക്കൂടായികയില്ല. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഭേദഗതി 100% സഹായകരമാകും എങ്കിൽ തീർച്ചയായിട്ടും ആ ജനതയ്ക്ക് നന്ദി ഉണ്ടാവും. നമുക്ക് സംശയമൊന്നും വേണ്ട. അതെങ്ങനെയാ ഉണ്ടാവാതിരിക്കുക? അതിപ്പോ സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിനകത്ത് മുൻകൈ എടുത്ത് പരിഹരിക്കുന്നതെങ്കിൽ അവരോടും ഈ നന്ദി ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ കാണേണ്ടത്, അല്ലാതെ വേറൊരു തരത്തിലേക്ക് ഇതിനെ കാണേണ്ടതില്ല എന്നൊരു അഭിപ്രായം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ഭൂസംരക്ഷണ സമിതി എന്നൊരു അഭിപ്രായം നിങ്ങൾ വെച്ചു പുലർത്തേണ്ടതായിട്ടില്ല. ഭൂസംരക്ഷണ സമിതിയുടെ ലക്ഷ്യം ഈ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കണം. അത് എത്രയും പെട്ടെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി താങ്ങാനാവില്ല. അവരുടെ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതിന് ഏത് വഴി അവർക്ക് അങ്ങനെ ഇന്ന വഴി എന്നൊന്നുമില്ല. അവർക്ക് അവരുടെ ഭൂമി ഇക്കാലം അത്രയും ഈ 3 വർഷക്കാലം മുൻപ് ഏത് തരത്തിലാണോ അവർക്ക് അവരുടെ ഭൂമി സ്വന്തം കാര്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിരുന്നത്, ആ റവന്യൂ അവകാശങ്ങളൊക്കെ തിരികെ കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നായി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും.
അതിലുപരിയായിട്ട് ഒരു പാർലമെന്റ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു സാഹചര്യമായിട്ട് കാണുന്നുവെങ്കിൽ അവര് മൂഢസ്വർഗത്തിലാണെന്നേ പറയാൻ പറ്റൂ. ശരി, ജനത്തിനൊറ്റ കാര്യമുള്ളൂ. ഈ 610 കുടുംബങ്ങളുടെ കാര്യമാണ് നിങ്ങൾ എടുത്തു പറയുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി അവരുടെ ഈ ഭൂമി പഴയ രീതിയിൽ എല്ലാ റവന്യൂ അവകാശത്തോടും കൂടി തിരിച്ചു കിട്ടണം. അത്രയുള്ളൂ. അതിലപ്പുറത്തേക്കൊരു രാഷ്ട്രീയം അവർക്കുണ്ട് എന്ന് ആരും വിശ്വസിക്കണ്ട. അതാണ് യഥാർത്ഥ മറുപടിയായിട്ട് പറയാനുള്ളത്. വ്യക്തമാണ്.